നമസ്കാരം. മാനിഫെസ്റ്റേഷൻ ചലഞ്ച് ഡേ 9 നിങ്ങൾക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്യുന്നത് ഫേക്കായിട്ട് നമ്മുടെ ആഗ്രഹം നേടിക്കഴിഞ്ഞ വ്യക്തിയായിട്ട് ഇന്നത്തെ ദിവസം ഫുൾ ജീവിക്കാനുള്ള ഒരു പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഇമോഷൻ, അതുപോലെ തന്നെ നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ എന്തൂസിയാസം, ഇന്ന് ഫുൾ ഡേയിൽ നമ്മൾ ആ ആഗ്രഹം നേടിക്കഴിഞ്ഞ വ്യക്തിയായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. എത്രമാത്രം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം മുഴുവൻ ആ എനർജി ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ആ ഇമോഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അത്രയും വേഗത്തിൽ തന്നെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നതായിരിക്കും. എന്തുകൊണ്ടാണ് ഇത് റിയൽ ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ സംബന്ധിച്ചിടത്തോളം അറിയില്ല ഫേക്കാണോ അത് റിയൽ ആണോ എന്നൊന്നും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ സംബന്ധിച്ച് അറിയില്ല. അപ്പോൾ ആ എന്ത് ഇമോഷനാണോ അല്ലെങ്കിൽ എന്ത് ഇമേജാണോ അല്ലെങ്കിൽ എന്താണോ നമ്മൾ റിപ്പീറ്റഡായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അതിനെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടായിരിക്കും എപ്പോഴും സബ് കോൺഷ്യസ് മൈൻഡ് ശ്രമിക്കുന്നത്. അത് നമുക്ക് നല്ലതിന് വേണ്ടിയാണോ ചീത്തയ്ക്ക് വേണ്ടിയാണോ ഒന്നും അതിനറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഓൾറെഡി വേണ്ടുന്ന ഒരു ഇമോഷൻ, നമ്മൾ ആഗ്രഹിച്ച കാര്യം നേടിക്കഴിഞ്ഞ ആ ഒരു സിറ്റുവേഷൻ, അത് നമ്മൾ കൃത്രിമമായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സബ് കോൺഷ്യസ് അത് റിയലായി നടന്ന കാര്യമായിട്ട് ഇമാജിൻ ചെയ്യുകയുള്ളൂ. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിക്കാനുള്ള സകല തരത്തിലുള്ള ശ്രമവും സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്ന ഈ കാര്യം, നമ്മുടെ ഈ മാനിഫെസ്റ്റേഷൻ വളരെ വേഗത്തിൽ നമ്മളിലേക്ക് എത്താൻ അത് സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഈ സബ് കോൺഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അക്ഷയഖനിയാണ്, വളരെ പവർഫുള്ളായിട്ടുള്ള ആ ഒരു റിസോഴ്സാണ് നമുക്ക് ദൈവം തന്നിട്ടുള്ളത്. പക്ഷെ അതിനെ നമ്മൾ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെയാണ് നമ്മളെപ്പോഴും നല്ല ഇമോഷൻസിൽ വളരെ കാമായി വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കണം എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും സ്ഥായിയായിട്ടുള്ളൊരു ഭാവം നമ്മൾ ആഗ്രഹിക്കുന്ന എപ്പോഴും ശാന്തതയും ഹാപ്പിനെസ്സുമാണ്. ഈ ഒരു അവസ്ഥയിലാണ് മാനിഫെസ്റ്റേഷൻസ് എപ്പോഴും വളരെ വേഗത്തിലാവുന്നത്. നമ്മൾ ടെൻഷൻസും അതുപോലെ തന്നെ വേദനകളും പലതരത്തിലുള്ള കാര്യങ്ങളും നമ്മളിങ്ങനെ സപ്രസ് ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കും തോറും നമ്മളുടെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങൾ, നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ കൂടുതലായി കടന്നു വരികയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ വേണ്ടുന്ന കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക, വേണ്ടുന്ന കാര്യങ്ങൾ ലഭിച്ച് കഴിഞ്ഞ വ്യക്തിയായി ആക്ട് ചെയ്യുക, അത് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞ ആളായി ജീവിക്കുക. അങ്ങനെ കുറച്ച് നാൾ ആ എനർജി ഹോൾഡ് ചെയ്യാൻ സാധിക്കുമ്പോൾ നമ്മൾ ഏതാഗ്രഹവും നമുക്ക് നേടാൻ വേണ്ടി സാധിക്കും. അത് എന്ത് ടെക്നിക്കും അതിലേക്കാണ് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്ന് ചെയ്യേണ്ടത്, ഇന്നത്തെ ദിവസം പൂർണ്ണമായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന ഈ ചലഞ്ചിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ ആഗ്രഹം നേടിക്കഴിഞ്ഞ വ്യക്തിയായിട്ട് നിങ്ങളിന്ന് ത്രൂ ഔട്ട് ഡേ ജീവിക്കണം. അതൊരു വലിയൊരു അനുഭവമായിരിക്കും, നല്ലൊരു ഫീലിംഗ് ആയിരിക്കും. ആ എൻജോയ് ചെയ്യുക. അത് മാനിഫെസ്റ്റേഷൻ വളരെ വേഗത്തിലാക്കും.